അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച രാവിൽ മദീനയിലെത്തി. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടുമുറ്റത്ത് ഒട്ടകം മുട്ടുകുത്തി. പുതിയൊരു വഴിത്തിരിവ്, പുതിയ സംസ്കാരങ്ങളുടെ രൂപപ്പെടുത്തലുകൾ. കവി പറയുന്നു: ചിത്രശലഭങ്ങളുടെ തീർത്ഥാടനം. പൂമ്പൊടി തേടി ഒടുവിൽ ഇതളിനുള്ളിലെ തേൻ നുകർന്ന് ആസ്വദിച്ച് മതിവരാതെ ഇണയെ ഉപേക്ഷിച്ചു പറന്ന വിരഹത്തിൻ്റെ പ്രതീകം ചിത്രശലഭം. പരിശ്രേഷ്ഠരായ 2 ചിത്രശലഭങ്ങൾ കാറ്റിൻ്റെ ഗതിയിൽ നാഥൻ്റെ പാതയിൽ ഗന്ധം പടർത്തി പൂമ്പൊടി വിതറി തെരുവു മദീനയായി, തെരുവുകാർ അൻസാരികളായി വസന്തം വഹിക്കുന്ന പൂമ്പാറ്റക്കൂട്ടങ്ങൾ. അവർ വിശ്രമിക്കവേ അബി അയ്യൂബ് ഉറക്കം മറന്നു. പ്രിയതമയോടൊത്തു തട്ടിൽ ഹബീബ് താഴെ. പതറിയ ഹൃദയത്തോടൊപ്പം കൂജയും പൊട്ടിയൊലിച്ചു. ഹബീബ് ഉറങ്ങട്ടെ, രാത്രിയല്ലേ. ദേശാടനപ്പക്ഷിക്ക് കൂടേകുവാൻ തണൽ മരങ്ങളുടെ മത്സരം. പൂമ്പാറ്റക്കൂട്ടങ്ങൾക്കിതൾ താഴ്ത്തുവാൻ കൊതിക്കുന്ന പൂവിൻ്റെ ആത്മനൊമ്പരം. ബദറുദിച്ചപ്പോൾ പർണശാലയിൽ പ്രാക്കളടയിരുന്നു. ചിറകിൽ വിജ്ഞാനത്തിൻ്റെ ഇളം ചൂട്. ക്രൂരനായ സൂര്യരശ്മികൾ പ്രാവിൻ ചിറകുകളാൽ മറക്കപ്പെട്ടു. ചിത്രശലഭത്തിൻ്റെ സൗന്ദര്യം കഴുകൻ ഭയന്നു. ബദറും ഉഹുദും ഖന്തക്കും പിറന്നു. വെള്ളരിപ്രാവുകൾ നക്ഷത്രതുല്യരായി, ഇരുളിൻ്റെ വിളക്കുമാടങ്ങളായി, കാവലാളായി. അനുരാഗരശ്മികൾ തണൽ വിരിച്ച സവാദിൻ്റെ പ്രതികാരം, സഅലബയുടെ പ്രായശ്ചിത്തം. തൂക്കുമരത്തിലും പതറാത്ത ആത്മധൈര്യം. പരിവർത്തനങ്ങൾക്കൊടുവിൽ ചിറകുമുളച്ചു, പുതിയ പുഷ്പങ്ങൾ തേടി പറന്നു. ഒടുവിൽ ആ പൂവും കൊഴിഞ്ഞു. അത് കൊഴിഞ്ഞതല്ല, ഇതളുകളുടെ പ്രഭ കാണാൻ നമ്മൾ അശക്തരായതാണ്. അതാ മദീന നിത്യവസന്തമാണ്. ചിത്രശലഭങ്ങളെ, നിങ്ങൾ ചിറകുകൾ അഗ്നിക്കു സമർപ്പിക്കാതിരിക്കുക. എന്നെങ്കിലും ഒരിളം കാറ്റ് നിങ്ങളെയും വസന്തത്തിലെത്തിച്ചെങ്കിലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.